പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് വോളിയത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ചൊരു ബാക്കി പഠിപ്പിക്കുകയാണ്. എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ലെങ്ത്ത് 90 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, എന്നിട്ട് തരുന്നത് വാട്ടർ കണ്ടെയ്നിങ് വാട്ടർ. ആ പിന്നെ റെക്റ്റാങ്കുലർ ടാങ്കിൽ, ആ ചതുര ടാങ്കിൽ കൊള്ളുന്ന വെള്ളം 180 ലിറ്ററാണ്. നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. ലെങ്ത്ത് തന്നു, ബ്രെഡ്ത്ത് തന്നു, നീളവും വീതിയും തന്നു, വ്യാപ്തം തന്നിട്ടില്ല. വ്യാപ്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാണ്. എങ്ങനെയാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിച്ചിട്ട് വ്യാപ്തത്തെ ആ ഗുണിച്ച് കിട്ടിയ ഉത്തരം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഹൈറ്റ് കിട്ടുമായിരുന്നു. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു, വ്യാപ്തം തന്നിട്ടില്ല, വോളിയം തന്നിട്ടില്ല. ഇവിടെ അതിന് പകരം തന്നത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന. അപ്പൊ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. 1 ലിറ്റർ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് വ്യാപ്തം കണ്ടുപിടിക്കാം. അപ്പൊ ലിറ്റർ വെള്ളം കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാം എന്നാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് വ്യാപ്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ഹൈറ്റ്, ഉയരം വേഗം കണ്ടുപിടിക്കാം. കാരണം 2 എണ്ണം കിട്ടി വ്യാപ്തവും കിട്ടിയാൽ നമുക്ക് ഉയരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ 1 ലിറ്റർ 1000 cc, 1000 ഘന സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 180 ലിറ്റർ എത്രയാണ്? 1 ലിറ്റർ 1000 ഘന സെന്റിമീറ്റർ ആണെങ്കിൽ 180 ലിറ്റർ 180,000 അല്ലേ? 180,000 അതാ 1,80,000. അതിന്റെ കൂടെ 3 0 ഇട്ടു, ഇത്ര cc ആണ്. അപ്പൊ ഇവിടെ എന്ത് കണ്ടുപിടിച്ച്? നമ്മള് വ്യാപ്തം കണ്ടുപിടിച്ച്. ലിറ്ററിൽ നിന്ന് നമ്മൾ വ്യാപ്തത്തിലേക്ക് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, നീളവും വീതിയും കിട്ടി, വ്യാപ്തം കിട്ടി. അപ്പം വ്യാപ്തം സമം V സമം വ്യാപ്തം സമം 1,80,000. 1,80,000 അല്ലേ? ഇങ്ങനെ കിട്ടി cc. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യണം? 90 40 ഗുണിക്കണം. 90 40 ഗുണിക്കുക. അപ്പം 0 0 0 4 9 36. 90 40 ഗുണിക്കാനൊക്കെ എളുപ്പവഴി എന്താ നിങ്ങള്? 4 9 36, 9 4 36. അതിന്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഈ 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം 0 0 6 3 3600 ആണ്. എന്ത്? 3600 ആണ് നീളവും വീതിയും കൂടി ഗുണിച്ചാൽ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ 3600 എന്ത് ചെയ്യണം? 1,80,000 1,80,000 ഒരു 0 അധികം കേട്ടോ. എത്ര കൊണ്ട്? 3600 കൊണ്ട് ഹരിക്കണം. ഇവിടെ പൂജ്യങ്ങൾ എന്ത് ചെയ്യാ? ഈ 0 0 ഒക്കെ വേണേ വെട്ടെ. 0 0 ഒഴിവാക്കുക. എത്ര 0 ഉണ്ടോ അത്ര 0 കുറയ്ക്കാം നമുക്ക്. ഇനി 1800 36 കൊണ്ട് ഹരിച്ചാൽ മതി. 1800 36 കൊണ്ട് ഹരിക്കുക. ഇതിപ്പോ ഇങ്ങനെ വരുന്ന കേട്ടോ. 1,80,000 ബൈ 3600. 0 10 കൊണ്ട് ഹരിക്കണത്. ഇവിടെ 10 കൊണ്ട് ഹരിക്കുമ്പോ ഇവിടെ 10 കൊണ്ട് ഹരിക്കുക. ഭിന്നസംഖ്യ അങ്ങനല്ലേ? ഇവിടെ 10 കൊണ്ട് ഹരിക്കുമ്പോ ഇവിടെയും 10 കൊണ്ട്. 1,80,000 എത്ര 10 ഉണ്ട്? 18,000. ആ 3600 360. പിന്നെ അതിനെ വീണ്ടും 10 അല്ലെ 100 കൊണ്ട് ഹരിക്കുക. 1,80,000 എത്ര 100 ഉണ്ട്? 1800. 3600 എത്ര 100 ഉണ്ട്? 36. ഇനി 1800 36 കൊണ്ട് ഹരിച്ചാൽ മതി. 1800 36. അപ്പം 2 36 72 അല്ലേ? 72 72 144. 144 36 180. അപ്പൊ 5 ആണ്. 5 6 30. 3 15 3 18. അപ്പം 180 5 36 0. ഈ 0 കയറ്റി ചെയ്ത. അപ്പൊ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്ര കിട്ടി?
എച്ച് സമം 50 സെന്റിമീറ്റർ. 50 ആണ് ആൻസർ. 50 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും ലിറ്ററും കിട്ടിയാൽ ആ ലിറ്ററിനെ വോളിയത്തിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഏതാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ കഴിയണം. അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അടുത്തൊരു പ്രോബ്ലം നോക്കി. എ റെക്ടാങ്കുലർ ടാങ്ക്, ലെങ്ത് നീളം 4 മീറ്റർ, ഹൈറ്റ് ഉയരം 2.5 മീറ്റർ ഒന്നാണ്. കണ്ടെയ്ൻ വാട്ടർ 15,000 ലിറ്റർ, 15,000 ലിറ്റർ. ഇവിടെ വ്യാപ്തം തന്നിട്ടില്ല, നമുക്ക് കണ്ടിട്ടുണ്ട് ബ്രെഡ്ത്ത. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ലെങ്ത്തും 2 തന്നു, ലെങ്ത്തും ഹൈറ്റും തന്നു. വോളിയം കിട്ടിയാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാണ്. ലെങ്ത്തും ഹൈറ്റും കൂടി ഗുണിച്ച് വോളിയത്തെ അഥവാ വ്യാപ്തത്തെ അതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്ത് തന്നിട്ടില്ല? വോളിയം തന്നിട്ടില്ല, വ്യാപ്തം തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഘനമീറ്ററാണ്. 1000 ലിറ്റർ ആണ് 1 ഘനമീറ്റർ. നമ്മൾ പഠിച്ചാണ് 1 ഘനമീറ്റർ. നേരത്തെ ഘന സെന്റിമീറ്ററാ പറഞ്ഞോ. 1000 ഘന സെന്റിമീറ്റർ 1 ലിറ്റർ. ഇത് നേരെ തിരിച്ചാ. 1 ഘനമീറ്റർ 1000 ലിറ്റർ. അതെങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1000 ലിറ്റർ 1 ഘനമീറ്റർ ആണെങ്കിൽ 15,000 ലിറ്റർ എത്രയായിരിക്കും? 15 ഘന അഥവാ ക്യൂബിക് മീറ്റർ. 15 ക്യൂബിക് മീറ്റർ 15 ഘനമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇപ്പം വോളിയം സമം വ്യാപ്തം സമം V സമം 15 ക്യൂബിക് മീറ്റർ നമുക്ക് കിട്ടി, ഘനമീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെ? ആദ്യം 4ഉം 2.5 ഗുണിക്കണം. 4 × 2.5. 2.5 എങ്ങനെ ഗുണിക്കുക? 2 2 4 1 5. 5/2 വരും അല്ലേ? അപ്പം 5/2. 4 × 5/2 ഇതിനെ മാറ്റുക. 2 2 4. 4 1 5. 5 മുകളിലിടുക. 2. ഇനി ഗുണിക്കുക. ഈ 4 മുകളിലാണ് ഗുണിക്കുക, അടിയിലല്ല. അടിയിൽ വേണമെങ്കിൽ 4/1 ഇങ്ങനെ ഇടവാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. 1 2 2 ഈ 2 അവിടെ ഇടുക. 4 5 20. 20/2. അപ്പൊ എത്ര കിട്ടും? 10 കിട്ടും. 10 കിട്ടും. എന്ത്? ലെങ്ത്തും ഹൈറ്റും കൂടി ഗുണിച്ചാൽ 4 2.5 10 അല്ലേ? 2 2 5. 5 5 10. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വ്യാപ്തം കൊണ്ട് ഹരിക്കണം. എങ്ങനെ വരും? 15 15നെ 10 കൊണ്ട് ഹരിക്കുക. 15/10. 15ൽ എത്ര 10 ഉണ്ട്? 1. ബാക്കി എത്ര? 15/10 നമുക്ക് ഭിന്നസംഖ്യ മാറ്റണം അറിയാം. ബാക്കി 5. 15ൽ എത്ര 10 ഉണ്ട്? 10ൽ 10 എന്ന് പറഞ്ഞാൽ 1 മുഴുവൻ. ബാക്കി ഇതിൽ 5 ഉണ്ട്. 5/10. ഈ 5/10 നമുക്ക് ചെറുതാക്കാം. 1. 5ൽ 5. 5/10 പറഞ്ഞാൽ അരല്ലേ? 10ൽ 5 പറഞ്ഞാൽ പകുതിയല്ലേ? അപ്പൊ 1 1/2. 5ൽ 5. 10ൽ 2 5. അപ്പൊ 1.5 മീറ്റർ ആണ് എന്ത്? ഇതിന്റെ നീളം. 4 മീറ്റർ വീതിയും നീളവും 1.5 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമാണുള്ളത്. അപ്പൊ നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിച്ച്, വീതി കണ്ടുപിടിച്ച്. അപ്പം ഈ കണക്കും അങ്ങനെ തന്നെയാണ്. ലിറ്റർ തന്നു, ലെങ്ത്തും ഹൈറ്റും തന്നു, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതേപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയണം. ഞാൻ തരുന്ന ഒരു 3 വർക്ക് നിങ്ങൾ ചെയ്ത് ഇപ്പൊ തന്നെ കാണിച്ചു തരണം.